ഹായ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ പ്രൈം ഫാക്ടേഴ്സിന് എഴുതിയിട്ട് ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എഴുതിയിട്ട് അതിന് ടേബിളാക്കുന്ന കുറച്ച് കണക്കാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് തരും. ഇപ്പോൾ 72 ഒക്കെ തന്നില്ല, അതേപോലെ നമ്പേഴ്സ് തരും. ആ നമ്പേഴ്സ് നമ്മൾ ഫാക്ടറാക്കിയിട്ട് ടേബിളാക്കിയിട്ട് എഴുതാം. എങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ആക്കാം? 72നെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കിയാൽ നമുക്ക് 236 280 293 ഇങ്ങനെയാണ് കിട്ടുക. അതായത് നമുക്ക് 72 ഈക്വൽ ടു 2 × 2 × 2 × 3 × 3 എന്ന് കിട്ടും. ഇതാണ് ഇപ്പോൾ ഈ 2കൾ, ഈ 2 3യും അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ഇതിനെ ഫാക്ടേഴ്സ് ആക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 2 അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ 3 + 1 4 കള്ളി നമുക്ക് നേരെ വരയ്ക്കണം. അതായത് ഒന്നിൽ ഒറ്റ 2 ഉണ്ടാകാൻ പാടില്ല, രണ്ടാമത്തേൽ ഒരു 2 ഉണ്ടാവും, മൂന്നാമത്തേൽ 2 2നെ കൊണ്ട് ഗുണിച്ച സംഖ്യകൾ അടിക്കരുതും, നാലാമത്തെ കോളത്തിൽ നമ്മൾ 3 2കളെ കൊണ്ട് ഗുണിച്ചിട്ടുള്ളതിനും. അതേപോലെ നമുക്ക് ഇതിങ്ങനെ ഒരു കള്ളി ഉണ്ടാവും അല്ലേ. അതേപോലെ താഴേക്ക് നമുക്ക് കുറച്ച് കള്ളികൾ ഉണ്ടാവുമല്ലോ. ഈ കള്ളികളിൽ നമ്മൾ എഴുതാം, ഒന്നിൽ ഒറ്റ 3യും ഇല്ലെങ്കിൽ രണ്ടാമത്തേൽ ഒരു 3 മാത്രമാവുമ്പോൾ, മൂന്നാമത്തേൽ 2 3കൾ ഉണ്ടാവുമ്പോൾ, അങ്ങനെ നമ്മൾ ഒരു ടേബിൾ ഇങ്ങനെ വരച്ചിട്ട് അതിൽ നമ്മൾ ഫാക്ടേഴ്സ് ഗുണിച്ചിട്ട് എഴുതുകയാണ് ചെയ്യുക അല്ലേ. എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം കേട്ടോ. ഇതാണ്, അതായത് നമുക്ക് 72 ആണ് ഉള്ളത്. ഇതാണല്ലോ 72. ഇതാണ് 72. ഈ 72 എന്ന് പറഞ്ഞത് 2 × 2 × 2 then × 3 × 3 ആണ്. നമ്മൾ ഈ ടേബിൾ ഇങ്ങനെ വരച്ചിട്ട് ഫസ്റ്റ് ഒറ്റ 2 ഇല്ലെങ്കിൽ ×1 അല്ലേ. ഒറ്റ 2ഉം ഇല്ലെങ്കിൽ 3യും ഇല്ലെങ്കിൽ നമുക്ക് 1 കിട്ടും. ആ 1നെ ഇവിടെ എഴുതി. പിന്നെ ഒരു 2 മാത്രമാകുമ്പോൾ 3 ഇല്ല, ഒരു 2ന് മാത്രം എഴുതുമ്പോൾ 2, 2 2 മാത്രമാകുമ്പോൾ 4, 3 2 മാത്രമാകുമ്പോൾ 8. പിന്നെ നമ്മൾ ഇവിടെ കിട്ടിയ ഓരോന്നിനെയും ഒരു 3നെ കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ എഴുതാം, രണ്ടാമത്തെ 3നെ കൊണ്ടും കൂടെ ഗുണിച്ചിട്ട് ഇവിടെ എഴുതാം. അപ്പം നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ കിട്ടുക. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരി, ഇതാണ് 108. നമുക്ക് എങ്ങനെ 108ൻ്റെ ഫാക്ടേഴ്സ് ആക്കാം? നമ്മൾ 108ൻ്റെ ഫാക്ടേഴ്സ് ആക്കുകയാണെങ്കിൽ 2 ഉണ്ടാവും, പിന്നെ ഒരു 54, ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് 2 കിട്ടിയിട്ടുണ്ട്, കുറച്ച് 3 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 2 × 2 × 3 × 3 × 3 × 1 അല്ലേ. 1 കാര്യമൊക്കെ ഉണ്ട്, 1 നമ്മൾ വെറുതെ എഴുതുന്ന കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് 108ന് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ടേബിൾ ആക്കുമ്പോൾ 2കളെ കോളം 3 വരും, ഒരു 2 2 ഉള്ളതും പിന്നെ ഒരു 2 ഇല്ലാത്തതും. ഇവിടെ 3 ഉള്ളത് കൊണ്ട് 4 കള്ളി വരും. അതായത് ഒരു 3 2 3 3 3 പിന്നെ 3 ഇല്ല പറഞ്ഞിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ടേബിൾ വരിക നോക്കാം. ഇങ്ങനെയാണ് വരിക. അതായത് നമുക്കുള്ളത് 2 × 2 × 3 × 3 × 3 അല്ലേ. ഇങ്ങനെയല്ലേ ഉള്ളത്. ×1 = 108. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്. അപ്പം നമുക്ക് 2 2 എണ്ണം ആയതുകൊണ്ട് നമുക്ക് 2ക്ക് 3 കള്ളി വരച്ചു. 3 3 ഉള്ളത് കൊണ്ട് 3ക്ക് 4 കള്ളി വരച്ചു. കണ്ടോ. ഇനി നമ്മൾ 2കളെ ആരെ കൊണ്ടും ഗുണിക്കാതെ 2നെ മാത്രം കൊണ്ട് ഗുണിച്ചിട്ട് ഒറ്റ 2 ഇല്ലെങ്കിൽ 1 എന്ന് എഴുതുക. പിന്നെ ഒരു 2 ആകുമ്പോൾ 2, 2 2 ആകുമ്പോൾ 4. ഇനി ഈ മുകളിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു നമ്പേഴ്സിനെ ഒരു 3 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക, 2 3 കൊണ്ട് ഗുണിച്ചിട്ട് അതിന് നേരെ എഴുതുക, 3 3 കൊണ്ട് ഈ മേലെയുള്ള ഓരോ നമ്പറിനെയും ഗുണിച്ചിട്ട് ഇവിടെ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന ഈ നമ്പറില്ലേ, ഈ നമ്പറായിരിക്കും നമ്മൾ ഫാക്ടർ ആക്കിയിട്ടുണ്ടാവുന്ന ആ നമ്പറായിട്ട് വരിക. ഓക്കെ അല്ലേ.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമുക്ക് 300-നെയാണ് ഫാക്ടർ ആക്കേണ്ടത്. 300 നമ്മൾ എങ്ങനെ ഫാക്ടർ ആക്കുമ്പോൾ നമുക്ക് 150 275 325 55 കേട്ടോ 5551. ഇവിടെ നമുക്ക് 300-നെ എങ്ങനെ എഴുതാം? 2 × 2 × 3 × 5 × 5 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നോക്ക്, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ സാധാരണ പോലെ എഴുതുന്ന പോലെ എഴുതാം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും? 2കൾ 2 എണ്ണാണുള്ളത്. അപ്പോൾ നമ്മൾ 2 2കൾക്ക് 3 കോളമൊക്കെ വരച്ചിട്ട് ഒറ്റ 2 ഇല്ല, ഒരു 2 ഉണ്ട്, 2 2 ഉണ്ട് പറഞ്ഞിട്ട് എഴുതും. 3 ഒന്നുമില്ല, അപ്പോൾ നമ്മൾ 2 എണ്ണം വരയ്ക്കും. അങ്ങനെ നമ്മൾ 2 എണ്ണം വരയ്ക്കാം. നമ്മൾ എന്ത് ചെയ്യും അറിയോ? ഒറ്റ 3യും ഇല്ല, ഒരു 3 ഉണ്ട് പറഞ്ഞിട്ട് വരയ്ക്കും. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യും? 2 5 അല്ലേ ഉള്ളത്, അപ്പം നമ്മൾ ഒറ്റ 5ഉം ഇല്ല, ഒരു 5 ഉണ്ട്, 2 5 ഉണ്ട് പറഞ്ഞിട്ട് വരയ്ക്കും. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇതിനുമായിട്ട് നമ്മളൊരു ടേബിൾ വരയ്ക്കുക. 2കളും 3കളും വെച്ചിട്ട് നമ്മൾ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇത് വരയ്ക്കാൻ എന്ത് ചെയ്യണം? അടുത്ത ടേബിള് ഒരു 2ഉം ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ വരയ്ക്കാം. അടുത്തൊരു ടേബിളും കൂടെ വരയ്ക്കും, പട്ടിക കൂടെ വരയ്ക്കുക. അതിൽ ഒരു 5 ഉണ്ട് പറയാം. പിന്നെ ഒരു പട്ടിക കൂടി വരച്ചിട്ട് 2 5നെ കൊണ്ട് ഗുണിച്ചത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ പട്ടിക വരയ്ക്കാം. അതെങ്ങനെയെന്ന് വെച്ചാൽ 2 × 2, അപ്പോൾ നമ്മൾ ഇവിടെ ശരിക്കും നമ്മൾ 3 പട്ടിക വരയ്ക്കേണ്ടി വരും. നമ്മൾ 2കളും 5കളും വെച്ചിട്ട് പട്ടിക വരയ്ക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു പട്ടിക വരയ്ക്കുമ്പോൾ നമുക്ക് പട്ടികയിൽ ഇവിടെ 3 കോളം വരും, ഇവിടെ 3 എണ്ണം വരും. പിന്നെ ഒരു 3 അല്ലേ ഉള്ളത്. 3ക്ക് 3കൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടികയും 3 ഉണ്ട്, ഒരു 3 ഉണ്ട് പറഞ്ഞിട്ട് ഒരു പട്ടികയും വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 പട്ടികേൻ്റെ ടേബിളിൻ്റെ ആവശ്യം വരുള്ളൂ. ഇവിടെ ആകുമ്പോൾ 3 എണ്ണം വരും. പക്ഷേ 3 ടേബിൾ ആയാലും 2 ടേബിൾ ആയാലും എലമെൻറ്റ്സ് ഒക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ഇതായാലും നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ പട്ടിക വരച്ചാൽ ഇങ്ങനെയും കാണിച്ചാൽ കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് 300-നെല്ലേനോ. 300 നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? 2 × 2 × 3 × 5 × 5 അല്ലേ. ഇപ്പം നമുക്ക് ഇവിടെ 2 2 കിട്ടിയിട്ടില്ലേ? ഈ 2 2നെ നമ്മൾ എന്ത് ചെയ്തു? അത് വെച്ചിട്ട് ഒരു 2 ഇല്ല, ഒരു 2 ഉണ്ട്, 2 2 ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കോളം എഴുതി. അതുപോലെ ഇവിടെ ഒരു 3 അല്ലേ ഉള്ളത്, അപ്പോൾ 3 ഇല്ല, ഒരു 3 ഉണ്ട് പറഞ്ഞിട്ടൊരു കോളം എഴുതി. ഇങ്ങനെ നമ്മളൊരു പട്ടിക വരച്ച്. ഇനി ഇങ്ങനെയുള്ള എത്ര പട്ടികകൾ നമ്മൾ ടേബിൾ വരയ്ക്കണം? ഇവിടെ നമുക്ക് 2 5 ഉള്ളത് കൊണ്ട് ഒറ്റ 5 നോ 5, ഒരു 5ഉം ഇല്ല, ഒരു 5 ഉണ്ട്, 2 5 ഉണ്ട്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ 3 ടേബിൾ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ നമ്പേഴ്സ് എഴുതാൻ പോവാം. നമ്മൾ ഒറ്റ 3യും ഇല്ലെങ്കിൽ ഒരു 2 മാത്രമാണെങ്കിൽ നമ്മൾ ഒരു 2 ഇല്ല 3 ഇല്ലെങ്കിൽ 1 എന്ന് എഴുതും, ഒരു 2 മാത്രമാണെങ്കിൽ 2 എന്ന് എഴുതും, 2 2 ആകുമ്പോൾ 4 എന്ന് എഴുതും. എന്നിട്ട് ഈ മുകളിലുള്ള നമ്പേഴ്സിനെയൊക്കെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ പട്ടികയിലുള്ള ഈ ഒരു നമ്പേഴ്സിനെ മുഴുവനും ഒരു 5 കൊണ്ട് ഗുണിച്ചിട്ട് അടുത്ത ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിലുള്ള എല്ലാ നമ്പറിനെയും 2 5കളെ കൊണ്ട് ഗുണിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഈ 1നെ × 5 × 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 × 5 5, 5 × 5 25. ആ 25 ആണിത്. ഈ 2നെ 2 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ? അതായിരിക്കും ഇത്. ഒരു 5നെ കൊണ്ട് ഗുണിക്കുമ്പോൾ ആൻസറാണ് ഈ ഒരു പട്ടികയിൽ കാണുക. 2 5നെ കൊണ്ട് ഗുണിക്കുമ്പോൾ ആൻസറാണ് നമ്മൾ ഈ ഒരു പട്ടികയിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്.
നമ്മൾ ഇന്ന് പട്ടിക എങ്ങനെയാണ് പട്ടിക വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾ സ്വന്തക്കൊന്ന് വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. താങ്ക് യു.